തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ അറിഞ്ഞ യേശുക്രിസ്തുവിനെക്കുറിച്ച് അല്പം ചിന്തകൾ പങ്കുവെക്കട്ടെ. എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ യേശുക്രിസ്തുവിനെക്കുറിച്ച് അറിഞ്ഞത് എൻ്റെ മാതാപിതാക്കളിൽ നിന്നാണ്. ഈശോയുടെ ഫോട്ടോ കാണിച്ചു തരുമായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ഫോട്ടോ കാണുമ്പോൾ കൈകൂപ്പാൻ പറയുമായിരുന്നു. എന്തെങ്കിലും കാര്യം ലഭിക്കുമ്പോൾ അത് യേശു തന്നതാണ് എന്ന് മാതാപിതാക്കൾ പറഞ്ഞു തരുമായിരുന്നു. ഒരു രോഗം വരുമ്പോൾ മോളെ ഈശോയോട് പ്രാർത്ഥിക്കുക എന്ന് അമ്മ പറഞ്ഞു തരുമായിരുന്നു. പരീക്ഷയ്ക്ക് പോകുമ്പോഴും പരീക്ഷ കഴിഞ്ഞും ഇനിയും യേശുവിനോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു തരുമായിരുന്നു. എന്ത് പ്രതിസന്ധി, ചെറിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും യേശു എല്ലാം നോക്കിക്കോളും, ക്രിസ്തു ഉണ്ട് നമുക്ക് എന്ന് മാതാപിതാക്കൾ പറഞ്ഞു തരുമായിരുന്നു. ഇപ്രകാരം ചെറുപ്പം മുതലേ യേശു എന്ന ഒരു നാമം കേട്ട് വളരുന്നതിന് ഭവനത്തിൽ എനിക്ക് അനുഗ്രഹമുണ്ടായി. അത് സാധിച്ചു. പിന്നീട് എൻ്റെ ദേവാലയ ജീവിതം, പള്ളിയിലൂടെ, ദേവാലയത്തിലെ ആരാധനാക്രമത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, വിശുദ്ധ കുരിശിൻ്റെ വഴിയിലൂടെ, മറ്റ് ദേവാലയത്തിലെ മറ്റ് പ്രാർത്ഥനകളിലൂടെ, കാറ്റക്കിസം ക്ലാസ്സിലൂടെ ഒക്കെ എനിക്ക് യേശുവിനെ അറിയുന്നതിനും കേൾക്കുന്നതിനും പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. പിന്നെ ചെറുപ്രായത്തിൽ തന്നെ, വളരെ നന്നേ ചെറുപ്രായത്തിൽ എഴുതാനും വായിക്കാനും പഠിച്ച കാലം മുതൽ തന്നെ വേദപുസ്തകം വായിക്കുക എന്നുള്ളത് വീട്ടിലെ ഒരു നിർബന്ധമായിരുന്നു. അപ്പോൾ വേദപുസ്തകം വായിക്കുന്നത് വഴി ധാരാളം യേശുവിനെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നല്ല പ്രാർത്ഥന ഉള്ള മാതാപിതാക്കളായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും നന്ദിയോടെ ഓർക്കാറുണ്ട്. ഭവനത്തിൽ നോമ്പിൻ്റെ സമയത്ത് ഭവനത്തിൽ നോമ്പിൻ്റെ ഭക്ഷണം മാത്രമേ ഉള്ളൂ. നോമ്പിൻ്റെ സമയത്ത് ഭവനത്തിൽ പ്രാർത്ഥന കൂടുതലുണ്ട്. അല്ലെങ്കിലും സന്ധ്യാസമയത്ത് പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന ഒരനുഭവം അങ്ങനെയൊക്കെ യേശുവിനെ കേട്ട് വളർന്നു വരുവാൻ ചെറുപ്രായത്തിൽ മാതാപിതാക്കൾ അതുപോലെ തന്നെ അവർ പറയുക മാത്രമല്ല, അവരത് ജീവിച്ച് കാണിക്കുകയും കൂടി ചെയ്തിരുന്നുവെന്ന് ഞാൻ ഈ കാലഘട്ടത്തിലൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. അവർ മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഏതവസരത്തിലും ആർക്കും നന്മ ചെയ്യുന്ന ഒരു മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുള്ളത്. അന്നത്തെ ക്രിസ്തുവിനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എല്ലാവരെയും, കുഞ്ഞുങ്ങളെയും പ്രായമായവരെയും എല്ലാം സ്നേഹിക്കുന്ന, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന യേശു കുഞ്ഞുങ്ങളെ മടിയിലിരുത്തിക്കൊണ്ടുള്ള യേശുവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം മടിയിലോട്ട് കയറി ഇരിക്കുന്നത്, ബാക്കി അല്പം മുതിർന്നവർ യേശുവിൻ്റെ അടുത്ത് ചാരി നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ചാരാൻ പറ്റിയ ഒരാളാണ്, മടിയിൽ കയറിയിരിക്കാൻ പറ്റിയ ആളാണ് എൻ്റെ യേശു. ആ യേശു എന്നെ മടിയിൽ ഇരുത്തുമ്പോൾ എനിക്ക് പിന്നെ ഒന്നും ഭയക്കേണ്ട കാര്യമില്ല. എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ മറ്റുള്ള ബാഹ്യമായ ഒന്നിനെയും ഭയക്കേണ്ട കാര്യമില്ല. യേശുവിൻ്റെ മടിയിലാണ്. അല്ലെങ്കിൽ മറ്റൊരു വലിയ ഉദാഹരണമാണെങ്കിൽ ഇടി വരുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ്. അതിന്നും ഈ പ്രായത്തിൽ ഇടിയൊരു പേടിയുണ്ട്. അപ്പോൾ പണ്ട് ചെറുപ്പത്തിൽ പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തിരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൊച്ചു കുഞ്ഞുങ്ങൾ കയറിയിരുന്ന ഫോട്ടോ എൻ്റെ മനസ്സിലുണ്ട്. ഞാനും അതുപോലെ ഈശോയുടെ മടിയിലോട്ട് കയറി ഇരിക്കും, ചുരുണ്ടുകൂടി ഈശോയുടെ മടിയിലിരിക്കും ഇടി വരുമ്പോൾ. എന്നിട്ട് ഈശോ എന്നെ രണ്ട് കൈ കൊണ്ടും പിടിച്ചിരിക്കുന്ന ഒരു അനുഭവത്തിൽ ഞാനങ്ങിരിക്കും. പിന്നെ ഭയക്കാതെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഈശോ എൻ്റെ കൂടെ ഇരിക്കുന്നു, എൻ്റെ കൂടെ നടക്കുന്നു, എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ചിന്തകളും തോന്നലുകളും ഒക്കെ എനിക്ക് ആ പ്രായത്തിൽ ലഭിച്ചിട്ടുണ്ട്. എനിക്ക് ചെറുപ്രായത്തിൽ ഈശോയെ സ്നേഹിക്കണം, ഈശോയുടെ അടുത്തിരിക്കണം, യേശുവാണ് എൻ്റെ എല്ലാം എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ഒരു പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തും യേശുവിനെ ഒന്ന് ഓർക്കുമായിരുന്നു. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അല്ലെങ്കിൽ സന്തോഷം വരുമ്പോഴും എനിക്ക് യേശുവിനെ
വല്ലപ്പോഴുമൊക്കെ ഓർക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടുതലും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോഴാണ് യേശുവിനെ കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളത്, യേശുവിൻ്റെ സഹായം ഞാൻ ചോദിച്ചിട്ടുള്ളത്. യേശുവിൽ നിന്ന് എനിക്ക് പഠിക്കാൻ ഒത്തിരിയുണ്ട്. വിശുദ്ധ വേദപുസ്തകം ബൈബിൾ വായിക്കുമായിരുന്നല്ലോ. അപ്പോൾ യേശു കാണിച്ചതെല്ലാം, യേശു പഠിപ്പിച്ചതെല്ലാം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് യേശു പ്രവർത്തിക്കാത്തതൊന്നും യേശു പഠിപ്പിച്ചിട്ടില്ല. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യേശു പഠിപ്പിച്ചിട്ടുണ്ട് 7-70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന്. 7-70 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മൾട്ടിപ്ലിക്കേഷൻ നമ്പറൊന്നുമല്ല, പരിധിയില്ലാതെ ക്ഷമിക്കണമെന്ന് യേശു പറഞ്ഞത്. അപ്പോൾ അത് യേശു തൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി. തൻ്റെ പാത്രത്തിൽ നിന്ന് ഒപ്പം ഭക്ഷണം കഴിച്ച ഉറ്റ സ്നേഹിതനായ യൂദാസ് ഒറ്റിക്കൊടുത്തപ്പോഴും യേശു അത് ക്ഷമിച്ചു കാണിച്ചു. യേശുവിൻ്റെ കരണത്തടിച്ചപ്പോൾ, യേശുവിൻ്റെ മുഖത്ത് തുപ്പിയപ്പോൾ, യേശുവിൻ്റെ മീശ പിടിച്ച് വലിച്ചു പറിച്ചപ്പോൾ ഒക്കെ യേശു മൂകനായിട്ട് നിന്ന്, ശാന്തനായിട്ട് നിന്ന്, മൗനമായിട്ട് നിന്ന് സഹിക്കുന്ന ഒരു യേശുവിനെയാണ് അവിടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ സഹിച്ച് രക്ഷിക്കാൻ വന്ന ഒരു യേശുവിനെയാണ് എനിക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിച്ചത്. അത് മറ്റുള്ളവരോട് വിദ്വേഷം തോന്നാതിരിക്കാൻ, സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചിലപ്പോൾ ഇഷ്ടമില്ലാത്തത് കാര്യങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു വിദ്വേഷം, അല്പനേരത്തേക്ക് പരിഭവം ഉണ്ടായാലും പിന്നെ അത് മറക്കാൻ, വിദ്വേഷം തോന്നാതിരിക്കാൻ, പിണങ്ങാതിരിക്കാനൊക്കെ യേശുവിൻ്റെ ആ മാതൃക എനിക്ക് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. സഹിച്ച് സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശു ആയിരുന്നു എൻ്റെ ജീവിത മാതൃക എന്നും. യേശുവിൻ്റെ ജീവിതകാലം മുഴുവൻ പ്രബോധനങ്ങളായിരുന്നു, പഠിപ്പീരായിരുന്നു. യേശുവിൻ്റെ പരസ്യ ജീവിതകാലം മുഴുവൻ പഠിപ്പീരായിരുന്നു. ആളുകളെ പ്രബുദ്ധരാക്കുക എന്നുള്ളതല്ല യേശുവിൻ്റെ ലക്ഷ്യം. യേശു വന്നതിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ, എല്ലാവരെയും രക്ഷിക്കുക, എല്ലാവർക്കും രക്ഷ. അത് യേശു ഉൾക്കൊണ്ട സമൂഹ വിഭാഗമായ യഹൂദർക്ക് മാത്രമല്ല, ഈ ലോകത്തിൽ ജനിച്ച എല്ലാവരും രക്ഷിക്കപ്പെടണം. ദൈവമാകുന്ന ജ്ഞാനം എല്ലാവർക്കും ഉണ്ടാകണം എന്നുള്ള ഒരു ചിന്ത മാത്രം, എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് യേശു പ്രവർത്തിച്ചത്. എല്ലാവരെയും രക്ഷിക്കുക. അത് വിജാതീയരായാലും യഹൂദരായാലും യഹൂദരല്ലാത്ത ആരും ആയാലും, യഹൂദരുടെ ശത്രുക്കളായാലും, ഫിലിസ്തർ, അങ്ങനെ ഒത്തിരി ശത്രുക്കളുണ്ടായിരുന്നു, അവരൊക്കെ ആയാലും എല്ലാവരും രക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി, ചിന്തയോടു കൂടിയാണ് യേശുവിൻ്റെ എല്ലാ പ്രബോധനങ്ങളും. യേശു ഈ പ്രബോധനങ്ങൾ ആരംഭിച്ചത് തൻ്റെ യോർദാൻ നദിയിലെ മാമോദീസയൊക്കെ കഴിഞ്ഞിട്ട് മലയിലെ പ്രസംഗത്തിലാണ്. ശിഷ്യന്മാരോടുകൂടി, കുറച്ച് പേരോടുകൂടിയൊക്കെ ആയിരുന്ന സമയത്ത് മലയിലെ പ്രസംഗത്തിലാണ് യേശു ഈ പ്രബോധനങ്ങൾ ആരംഭിച്ചത്. യേശു പഠിപ്പിച്ചത്, അവിടെ തുടങ്ങിയതൊക്കെ എപ്രകാരം ജീവിക്കണം എന്നുള്ളതാണ് യേശു പഠിപ്പിച്ചത്. ഉദാഹരണത്തിന് ശത്രുക്കളെ സ്നേഹിക്കുക. അന്ന് ആ കാലത്ത് യഹൂദർക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ളത്. ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുക എന്ന് മാത്രമേ യഹൂദർ കണ്ടിട്ടുള്ളൂ. അവരെ കൊന്ന് നശിപ്പിക്കുന്ന ഒരു ചരിത്രം മാത്രമേ യഹൂദർ കേട്ടിട്ടുള്ളൂ. അവരുടെ ഇടയിലാണ് യേശു പറയുന്നത് ശത്രുക്കളെ സ്നേഹിക്കണം, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യണം, ഒരു കർണത്തടിക്കുന്നവൻ മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക. അതൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒരു വലത്തെ കർണത്തടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇടത്തെ കർണം കൂടി കാണിച്ചു കൊടുക്കുക. ഇടത്തെ കർണത്തടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമ്മുടെ സാധാരണ രീതിയിൽ ഇടത്തെ കർണത്ത് വലത്ത് കൈ കൊണ്ട് അടിക്കാൻ പ്രയാസമാണ്. അപ്പം കൈ തിരിച്ചു വെച്ചാണ് അടിക്കുന്നത്. കൈ തിരിച്ചു വെച്ചടിക്കുമ്പോൾ വേദന ഇരട്ടിയാണ്. അപ്പം ഇതൊക്കെയാണ് യേശു പഠിപ്പിച്ചത്. അവിടെ സയൻസ് പഠിപ്പിക്കുക എന്നുള്ളതല്ലായിരുന്നു. ദൈവരാജ്യം സമ്പാദിക്കുവാൻ, ദൈവത്തിലായിരിക്കുവാൻ, നിത്യജീവൻ ലഭിക്കുവാൻ, സ്വർഗം ലഭിക്കുവാൻ ഈ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കണം. ദൈവം ഒരു കാര്യം മാത്രമേ ലോകത്തോട് പഠിപ്പിച്ചിട്ടുള്ളൂ. അത് ആദ്യകാലത്ത് പഴയ നിയമത്തിൽ അബ്രഹാമിനോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൽപ്പന പാലിച്ചാൽ ഞാൻ നിങ്ങളുടെ പിതാവായിരിക്കും. അപ്പോൾ കൽപ്പന പാലിക്കുക, ഞാൻ പറയുന്നത് അനുസരിക്കുക, ഞാൻ പഠിപ്പിക്കുന്നത് അനുസരിക്കുക, ഈ ഒരു കാര്യം മാത്രമേ അബ്രഹാമിനോട് അന്ന് പറഞ്ഞുള്ളൂ. പിൽക്കാലത്ത് യേശു താൻ പഠിപ്പിച്ചതെല്ലാം
ഞാൻ എൻ്റെ വചനം പാലിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും യേശു പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും വചനം പാലിക്കാനാണ് യേശു പഠിപ്പിക്കുന്നത്. അങ്ങനെയായാൽ എൻ്റെ ബയോളജിക്കൽ അമ്മയായ ഈ അമ്മ മാത്രമല്ല, നിങ്ങളെല്ലാവരും വചനം പാലിച്ചാൽ, ഞാൻ പറയുന്നത് അനുസരിച്ചാൽ എൻ്റെ അമ്മയായി തീരുമെന്ന് യേശുവോട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ വചനം യേശു പഠിപ്പിക്കുന്നത് പാലിക്കുക, ഇതാണ് യേശു ആഗ്രഹിച്ചത്. പരിശുദ്ധ അമ്മയും ഒരവസരത്തിൽ കനായിലെ കല്യാണത്തിൻ്റെ സമയത്ത് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ അമ്മയും പറയുന്നത് ഇത് മാത്രമാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുക. അപ്പോൾ സ്വർഗത്തിന് നമ്മളോട് പറയാനുള്ളത് ദൈവം പഠിപ്പിച്ചതുപോലെ ജീവിക്കുക, അവൻ പറയുന്നത് പോലെ അവൻ്റെ വചനമനുസരിച്ച് ജീവിക്കുക. ഇതാണ് ദൈവത്തിന് പറയാനുള്ളത്, നമ്മളോട് ആവശ്യപ്പെടാനുള്ളത്. മനുഷ്യവർഗത്തോട് മുഴുവൻ മറ്റൊന്നും യേശു ആവശ്യപ്പെടുന്നില്ല. അവൻ പഠിപ്പിച്ചതുപോലെ ജീവിക്കുക, ദൈവം പഠിപ്പിച്ചതുപോലെ ആയിരിക്കുക. അപ്പോൾ പഠനം എപ്പോഴും പ്രബോധനമായിരുന്നു. ആദ്യം യേശു പഠിപ്പിക്കാൻ തുടങ്ങി പത്രോസിൻ്റെ വള്ളത്തിൽ കയറിയിരുന്ന് അവിടെ കൂടിയിരുന്നവരൊക്കെ പഠിപ്പിച്ചു. ഓരോ സന്ദർഭത്തിലും യേശു പഠിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാം പഠിപ്പിച്ചത് സ്വർഗരാജ്യത്തെക്കുറിച്ചാണ്, നിത്യജീവനെക്കുറിച്ചാണ്. യേശു ആകുന്ന ആ നിത്യജീവൻ യേശുവിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടി, അറിയുന്നതിന് വേണ്ടി, യേശുവാണല്ലോ ഇന്നത്തെ യേശുവിനെ അറിയുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ യേശുവിനെ അറിയുക വഴി നിത്യജീവൻ ലഭിക്കും. ആ നിത്യജീവൻ ലഭിക്കാനുള്ള മാർഗങ്ങളാണ് യേശു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. കോളേജിൽ ഞാൻ ഫിസിക്സാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഫിസിക്സ് പഠിപ്പിക്കുമ്പോൾ അവിടെ നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അവിടെ നമ്മൾ പ്രാക്ടിക്കലൊക്കെ ചെയ്യുമ്പം അല്ലെങ്കിൽ പഠിപ്പിക്കുമ്പോൾ ആക്റ്റീവ് എലമെൻറ്റ്, പാസീവ് എലമെൻ്റ് എന്ന് പറയാറുണ്ട്. ആക്റ്റീവ് എലമെൻ്റ് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പം ബാറ്ററിയാണ്. സോഴ്സ് ഇല്ലാതെ, ബാറ്ററി ഇല്ലാതെ, പവർ സപ്ലൈ ഇല്ലാതെ, എനർജി ഇല്ലാതെ ഒരു ഫങ്ഷനിങ് അവിടെ നടക്കത്തില്ല. ബാക്കിയുള്ളതൊക്കെ ആ ബാറ്ററിയുടെ ഫങ്ഷനിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന, ആ പ്രവർത്തനം ഏറ്റവും മെച്ചമാക്കാൻ സഹായിക്കുന്ന ഫാക്ടേഴ്സ് മാത്രമാണ് അവിടെയുള്ള റെസിസ്റ്റേഴ്സും കണ്ടൻസേഴ്സും ഒക്കെ. എൻ്റെ വിഷയമായതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ യേശു കൂടെ ഉണ്ടെങ്കിലേ, യേശു പറഞ്ഞത് കേട്ടെങ്കിലേ, യേശു ജീവിതത്തിലുണ്ടെങ്കിലേ ഞാനാകുന്ന കരങ്ങൾ കൊണ്ട്, ഞാനാകുന്ന പഠിപ്പീര് കൊണ്ട്, ഞാനാകുന്ന പ്രവർത്തനം കൊണ്ട് എന്തെങ്കിലും സാധിക്കുകയുള്ളൂ, എന്തെങ്കിലും നടക്കുകയുള്ളൂ. യേശു ഇല്ലയോ, കൂടെ ഇല്ലയോ, യേശുവിൻ്റെ പ്രവർത്തനമില്ലയോ, യേശുവിൻ്റെ ചിന്തയില്ലയോ, അതൊന്നും ഫലം തരാത്തതാണ്, ഫലം ഉണ്ടാകത്തില്ല എന്നുള്ളത് ഒരു സത്യാവസ്ഥയെ മനസ്സിലാക്കിയിട്ടുണ്ട്. യേശുവിനോട് ചേർന്ന് ആ കുട്ടികളെ സ്നേഹത്തോടെ, പല വിധത്തിലുള്ള പ്രയാസങ്ങൾ, കുടുംബത്തിലെ പല വിധത്തിലുള്ള പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള മനപ്രയാസം അനുഭവിക്കുന്ന പല കുട്ടികളുമുണ്ട്, ധാരാളം കുട്ടികളുണ്ട്. അവരെയൊക്കെ യേശുവിൻ്റെ ഈ സ്നേഹം പകർന്നു കൊടുത്തുകൊണ്ട്, നിങ്ങൾക്കെല്ലാവരും ഉണ്ട്, നിങ്ങൾക്കാരുമില്ലാത്തവരല്ല, ദൈവം കൂടെയുണ്ട്, നിങ്ങളുടെ കാര്യം നടന്നോളും, ദൈവം നോക്കിക്കോളും, ദൈവം നടത്തിക്കോളും, അങ്ങനെയുള്ളൊരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഒക്കെ യേശുവിനെ കൊടുത്തുകൊണ്ട് എൻ്റെ വിഷയം പഠിപ്പിക്കുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കിയ കാര്യം, ക്രിസ്തു സഹനദാസനാണ്. ക്രിസ്തു സഹിച്ച് മരിച്ച് ലോകത്തെ രക്ഷിക്കാൻ വന്നവനാണ്. ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം മരിച്ചിട്ട് ലോകത്തെ രക്ഷിക്കുക. ലോകത്തിൽ കുറേ വലിയ കാര്യങ്ങൾ ചെയ്തിട്ട്, കുറേ പ്രബോധനങ്ങൾ നടത്തി എല്ലാവരെയും പ്രബുദ്ധരാക്കുക, എല്ലാവർക്കും വേണ്ടതെല്ലാം കൊടുക്കുക, എല്ലാവരും ചോദിക്കുന്നതൊക്കെ രോഗസൗഖ്യം കൊടുക്കുക, ഇതൊന്നും ആയിരുന്നില്ല യേശുവിൻ്റെ ലക്ഷ്യം. യേശുവിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളായിരുന്നു, സഹിച്ച് മരിച്ചിട്ട് ലോകത്തെ രക്ഷിക്കുക. സഹനദാസനായിരുന്നു യേശുവിൻ്റെ ജീവിതം. സഹനമായിരുന്നു, എല്ലാ സഹനവും. പരസ്യജീവിതകാലത്ത് യഹൂദ പ്രമാണികളൊക്കെ വളരെയധികം പരിഹസിച്ച സന്ദർഭം, അതും സഹനമായിരുന്നു. അതിലൊക്കെ ഉപരിയായ ഒരു സഹനം യേശുവിനുണ്ട്. ഈ സഹനമെല്ലാം യേശുവിൻ്റെ അമ്മ അറിയുന്നുണ്ടല്ലോ, എൻ്റെ അമ്മ എൻ്റെ ഈ സഹനം കാണുന്നുണ്ടല്ലോ, അറിയുന്നുണ്ടല്ലോ. അതും യേശുവിനെ സഹനപ്പെടുത്തുന്ന, യേശുവിന് സഹനമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പിന്നീട് യേശുവിൻ്റെ മരണം വന്നപ്പോൾ ലോകത്തിൽ ഇന്നേ വരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ഒരു സഹനം, വിവരിക്കാൻ വാക്കുകളില്ലാത്ത സഹനം. ആ സഹനം അനുഭവിച്ച് മരിച്ചു.
സഹനത്തോട് സഹിച്ചാണ് യേശു മരിച്ചത്. ആ സഹനം ഏറ്റെടുക്കാനാണ് യേശു വന്നത്. അപ്പോൾ ആ സഹനം, അപ്പോൾ യേശുവിനെ എനിക്ക് സ്നേഹിക്കണമെങ്കിൽ, ഞാൻ യേശുവിൻ്റെ ഒരു സ്നേഹിതയാണ്, ഞാൻ യേശുവിനെ സ്നേഹിക്കുമെന്ന് ഞാൻ വാക്കുകൊണ്ട് പറഞ്ഞാൽ അതിനകത്തിൽ അർത്ഥമില്ല. ഞാൻ കുറച്ച് അനുഷ്ഠാനങ്ങൾ നടത്തിയാൽ അതെൻ്റെ യേശുവിനോടുള്ള സ്നേഹമാകത്തില്ല. ഞാൻ കുറച്ച് പ്രാർത്ഥനയും സഭ പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളും നടത്തിയാൽ യേശുവിനോടുള്ള സ്നേഹമാകത്തില്ല എന്ന് ഞാൻ അറിഞ്ഞു. യേശു സഹിച്ചതുപോലെ സഹനം കാഴ്ചവെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ ക്ലേശങ്ങൾ, കുരിശുകൾ ഒക്കെ അതിനെ സന്തോഷത്തോടെ കണ്ടുകൊണ്ട് എൻ്റെ യേശു എനിക്ക് വേണ്ടി എത്ര സഹിച്ചവനാണെന്ന് ഓർത്തുകൊണ്ട് ആ സഹനത്തിൽ പങ്കുചേരുമ്പോഴാണ് എനിക്ക് ആ സഹനം, യേശുവിനുള്ള സ്നേഹം പൂർണ്ണമാകുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു പറയുന്നുണ്ട്, ഒരു ചെടി ഫലം തരാനായിട്ട് ഫലം തന്നില്ല എങ്കിൽ യേശുവിനോട് ചേർന്ന് നിൽക്കണം. യേശുവിനോട് ചേർന്ന് നിൽക്കാത്ത ശാഖ ഫലം തരത്തില്ല. ഫലം തരത്തില്ലെങ്കിൽ ഫലം തരാത്ത ചെടിയെ എന്താണ് ചെയ്യുന്നത്? വെട്ടി തീയിലെറിയും, കരിക്കും. ഇനിയും ഫലം തരുന്നതായാലോ, ഫലം തരുന്നതാണെങ്കിൽ കൂടുതൽ ഫലം തരാനായിട്ട് വെട്ടിയൊരുക്കും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു കൃഷിക്കാരനറിയാം, നല്ല കൃഷിക്കാരനറിയാം ചെടിയെ പ്രൂൺ ചെയ്തെങ്കിലേ ചെടിക്ക് ഫലം കിട്ടത്തുള്ളൂ. വെട്ടിക്കളഞ്ഞെങ്കിലേ, ചില കമ്പുകൾ മുറിച്ച് കളഞ്ഞെങ്കിലേ ഫലം കിട്ടത്തുള്ളൂ. അപ്പോൾ അത്തരം ഒരു ചെത്തിയൊരുക്കൽ പ്രക്രിയ, വേദനാജനകമായ ഒരു ചെത്തിയൊരുക്കൽ പ്രക്രിയ അവിടെ നടന്നെങ്കിലേ അത് കൂടുതൽ ഫലം തരത്തുള്ളൂ. എന്താണ് ഫലം? ഫലമെന്ന് പറയുന്നത് നിത്യജീവനാണ്, സ്വർഗമാണ്, സ്വർഗീയമായ ഫലം. സ്വർഗം ലഭിക്കുക, നിത്യജീവൻ ലഭിക്കുക, നിത്യസൗഭാഗ്യം ലഭിക്കുക. ഇതാണ് ജെറമ്യാ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നും നിൻ്റെ നാശത്തിനല്ല, നിൻ്റെ ക്ഷേമത്തിനാണ്. അപ്പം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ അത് പരാജയമായി. ചെത്തിയൊരുക്കൽ പ്രക്രിയ എന്ന് പറയുന്നത് അതൊരു പരാജയമാകാം, അതൊരു ജീവിതത്തിലെ തോൽവിയാകാം, ഒരു രോഗമാകാം, ജീവിതത്തിലുണ്ടാകുന്ന നഷ്ടമാകാം, അപമാനമാകാം. ഇതൊക്കെയും അതിനപ്പുറം ശാരീരികമായി ഉണ്ടാകുന്ന വലിയ വലിയ നഷ്ടങ്ങളാകാം. ഇതൊക്കെയും സംഭവിക്കുന്നത് ചിലപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു ചെത്തിയൊരുക്കൽ പ്രക്രിയയായിരിക്കും. നമ്മളെ ക്രിസ്തുവിന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള, നമ്മളെ ചേർത്ത് നിർത്താൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരിക്കാം ചിലപ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്ന അനിഷ്ടകരമായ കാര്യങ്ങൾ. ഇതൊക്കെ ദൈവ നിശ്ചയപ്രകാരമാണെങ്കിൽ അത് നന്മയ്ക്കായിട്ട് ഭവിക്കും, സ്വർഗം ലഭിക്കും. ഒരിക്കലും നമ്മെ തളർത്തുകയില്ല. നമുക്ക് ലക്ഷ്യത്തിലെത്തിച്ചേരാൻ, സ്വർഗീയ കനാൻ നാട്ടിൽ എത്തിച്ചേരാൻ സാധിക്കും. അതാണ് അവിടെ പറയുന്നത്. പൗലോസ്ലീഹ അത് ഗലാത്യ 5:22 പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഫലങ്ങൾ. ആ ഫലം പുറപ്പെടുവിച്ച് സ്നേഹം, സമാധാനം, ആനന്ദം, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഇതൊക്കെയാണ് ആ ഫലങ്ങൾ. ഈ ഫലങ്ങൾ പുറപ്പെടുവിച്ച് സ്വർഗം പ്രാപിക്കുക, യേശുവിലായിരിക്കുക, യേശുവിനോട് ചേർന്നിരിക്കുക. ഇതാണ് കോൾപ്പോസ് എന്ന് പറയും. കോൾപ്പോസ് യേശുവിൻ്റെ നെഞ്ചിലേക്കായിരിക്കുക, അതാണ് നിത്യജീവൻ. യേശുവിൻ്റെ നെഞ്ചിലേക്ക് ആയിരിക്കുക, ആ ഒരവസ്ഥ യേശുവിലായിരിക്കുക. അത് മരിച്ചു കഴിഞ്ഞിട്ടല്ല നിത്യജീവൻ ലഭിക്കുന്നത്. നിത്യജീവൻ ലഭിക്കുന്നത് ഈ ഭൂമിയിലെ നിത്യജീവൻ ലഭിച്ചുകൊണ്ടാണ്, നിത്യജീവൻ പ്രാപിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. മരിച്ചു കഴിഞ്ഞിട്ട് മാത്രം കിട്ടുന്ന ഒരു കാര്യമല്ല നിത്യജീവൻ. അപ്പോൾ അത് ഈ ജീവിതത്തോടുകൂടി യേശുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ. യേശു പറഞ്ഞിട്ടുണ്ട്. യേശുവിനെ അറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു അനുഭവിച്ച ക്ലേശങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ, യേശുവിൻ്റെ പീഡാസഹനത്തിലൂടെ, യേശു പഠിപ്പിച്ച മാർഗത്തിലൂടെ ഒക്കെ ജീവിച്ചു പോകുമ്പോൾ യേശുവിനെ അറിയുകയാണ്. അപ്പോൾ അങ്ങനെ ജീവിച്ചാൽ നിത്യജീവൻ ലഭിക്കും, സ്വർഗം ലഭിക്കും. യേശുവിന് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, സകല മനുഷ്യരും രക്ഷിക്കപ്പെടണം, സ്വർഗത്തിന് അവകാശികളായിത്തീരണം. ഇതാണ് യേശുവിനുള്ള ഏക ലക്ഷ്യം. യേശു പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട്, സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരോട്, സമൂഹം കല്ലെറിയുമെന്ന് ഉറപ്പുള്ളവരോട് ഒക്കെ ആർദ്രഹൃദയനായിരുന്നു, അലിവുള്ളവനായിരുന്നു. അതിൻ്റെ ഒരു ഒന്നാന്തരം ഉദാഹരണമാണ് യേശു പാപിനിയായ ഒരു സ്ത്രീയെ യഹൂദർ കല്ലെറിഞ്ഞ് കൊല്ലാൻ വന്നപ്പോൾ രക്ഷിക്കുന്ന ഒരു സംഭവം വായിക്കുന്നുണ്ട്. അത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ ആ സ്ത്രീ യഥാർത്ഥത്തിൽ
യേശു ജീവിച്ചിരുന്ന യഹൂദ വർഗത്തിൻ്റെ യഹൂദ മതം പഠിപ്പിച്ചതനുസരിച്ച് ആ സ്ത്രീ യഥാർത്ഥത്തിൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളാണ്. അത്തരം ഒരു പാപം ചെയ്തവളാണ് ആ സ്ത്രീ. അങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് തന്നെയാണ്. എന്നാൽ ഒരുപക്ഷെ യേശുവിൻ്റെ തന്നെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കാണും. യേശു അന്ന് ജീവിച്ചിരിക്കുന്നതിന് കാരണം മാനുഷികമായി കണ്ടാൽ യേശുവിൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ യേശുവിൻ്റെ അമ്മയെ രക്ഷിച്ച ഒരു യൗസേപ്പിതാവിനെ യേശു ഓർത്ത് കാണും. ഒരു യഹൂദ സ്ത്രീ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായാൽ അവളെ കല്ലെറിയണമെന്നാണ് യഹൂദ നിയമം. തീർച്ചയായിട്ടും പരിശുദ്ധ ദൈവമാതാവ് യേശുവിൻ്റെ അമ്മ കൊല്ലപ്പെടേണ്ടവളാണ്. എന്നിട്ടും പരിശുദ്ധ അമ്മ ഈ കന്യകാ ഗർഭധാരണത്തിന് സമ്മതിച്ചു. അത് യൗസേപ്പ് പിതാവ് ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടൽ മൂലം അതിനു മുമ്പും വിശുദ്ധ യൗസേപ്പ് പിതാവ് ഈ കന്യകയെ രക്ഷിക്കാനാണ് തീരുമാനിച്ചത്. ഈ കന്യകയ്ക്കൊരു നിഷ്കളങ്കയായ യാതൊരു കളങ്കവും ഏശാത്ത ഈ പെൺകുട്ടിയെ രക്ഷിക്കണമെന്നുള്ള തീരുമാനത്തോടുകൂടി അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇത് യേശുവിനറിയാം. എൻ്റെ അമ്മ ഇതേ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയതാണ്. എൻ്റെ അമ്മ കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു പോയനെ. എന്നാൽ യൗസേപ്പ് പിതാവ് രക്ഷിച്ചത് യേശുവിനറിയാം. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ പാപിനിയായ സ്ത്രീയും ഒരുപക്ഷെ അവളുടേതല്ലാത്ത കുറ്റം കൊണ്ട് പാപം ചെയ്തതായിരിക്കാം. പക്ഷേ അവളുടെ ആ അവസ്ഥയിൽ ഹൃദയ ആർദ്രതയുള്ളവനാണ്, മനസ്സലിവുള്ളവനാണ് യേശു. വിഷമിക്കുന്നവരോട് ഏറ്റവും ഈ ലോകത്തിൽ അലിവ് കാണിച്ചിട്ടുള്ളത് യേശുവാണ്. അപ്പോൾ ആ യേശു അവളെ രക്ഷിച്ചു. അവളെ കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് സമ്മതിച്ചില്ല. അതാണ് യേശു അവിടെ കാണിച്ചു തന്നത്. നമുക്ക് യേശു കാണിച്ചു കൊടുത്ത മാതൃകയാണ്. അപ്പോൾ എല്ലായിടത്തും യേശു ഓരോ സ്ഥലത്തും പോകുമ്പോൾ കാഷ്വലായിട്ട് അങ്ങ് പോകുന്നതല്ലായിരുന്നു. ഇന്ന സ്ഥലത്ത് 38 വർഷം രോഗിയായി കിടക്കുന്ന ഒരു വ്യക്തി ഉണ്ടെന്ന്, ബെത്സേദ കുളക്കരയിൽ കിടപ്പുണ്ടെന്ന് യേശു മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് യേശു അങ്ങോട്ട് പോയത്. സഹായിക്കാൻ ആരുമില്ല. അപ്പോൾ യേശു എല്ലാവരെയും ഇങ്ങനെ ഒറ്റപ്പെട്ടവരെയും ഒക്കെ സഹായിക്കാൻ കനാൻകാരി സ്ത്രീയെ സഹായിച്ചു. യഹൂദ സ്ത്രീ അല്ല, തൻ്റെ മതത്തിൽപ്പെട്ടതല്ല. ആർക്ക് ആവശ്യമാണോ അവരെ സഹായിക്കാനാണ് യേശു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതുതന്നെയാണ് ഇത് യേശുവിൻ്റെ പിൻഗാമികൾ, യേശുവിൻ്റെ അനുയായികൾ, ഇന്നത്തെ സഭാ വിശ്വാസികൾ, യേശുവിൽ വിശ്വസിക്കുന്ന സമൂഹം മുഴുവനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ സ്ഥലങ്ങളിലാണ് ഓർഫനേജുകൾ, അനാഥാലയങ്ങളൊക്കെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നടത്തുന്നത്. കൈകൊണ്ട് തൊടാൻ, നമ്മളൊക്കെ കാണാൻ പോകുമ്പോൾ കൈകൊണ്ട് തൊടാൻ പോലും അല്ലെങ്കിൽ അടുത്ത് പോകാൻ പോലും നമ്മൾ അറയ്ക്കുന്ന ഒത്തിരി ജീവിതങ്ങൾ ഈ ലോകത്തുണ്ട്. അവരെയൊക്കെ കൈകളിലെടുത്ത് കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിപ്പിച്ച് അവരെ ഭക്ഷണം കൊടുത്ത് അവരെ ചിരിപ്പിച്ച് അവരെ കളിപ്പിച്ച് അവരെ രസിപ്പിച്ച് ജീവിക്കുന്ന എത്രയോ അവർക്ക് നല്ല മരണം ലഭിക്കത്തക്ക രീതിയിൽ അവരെ ഒരുക്കുന്ന എത്രയോ സിസ്റ്റേഴ്സിനെ, എത്രയോ വൈദികരെ, എത്രയോ യേശുവിൻ്റെ അനുയായികളായ ഈ സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ധാരാളം വിധത്തിൽ കാണുന്നുണ്ട്. ധാരാളം വിധത്തിൽ ഇപ്രകാരം പാവങ്ങളായ കുട്ടികളെ ഏറ്റെടുത്ത് പഠിപ്പിക്കുന്നു. പാവങ്ങളുടെ വീട്ടിൽ പോയി അവരെ ശുശ്രൂഷിക്കുന്നു, കാണുന്നു, അവരോട് സംസാരിക്കുന്നു. എല്ലാവരോടും ഒരു യേശു പ്രവർത്തിച്ച ആ അനുകമ്പയുടെ, ആർദ്രതയുടെ ആ ജീവിതമാണ് ഇന്ന് ക്രിസ്തീയ സമൂഹം മുഴുവൻ കാണിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വളരെ വളരെ വ്യക്തമായ കാര്യമാണ്. ഒരു പക്ഷേ ധാരാളം പേര്, അവരെ സഹായിക്കാൻ ആരുമില്ല. യേശുവിൻ്റെ ഈ പിൻഗാമികൾ, അനുയായികളാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള ലോകത്തിലെ എല്ലാ വൃദ്ധസദനവും, എല്ലാ അനാഥാലയങ്ങളും, ഇത്തരത്തിലുള്ള എല്ലാ എല്ലാം പോയി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്, യേശു അവരിൽ ജീവിക്കുന്നു, അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത് യേശുവാണ്. ആ യേശുവിൻ്റെ പ്രവർത്തനമാണ് അവർ കാണുന്നത്. യേശു അവരെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. യേശുക്രിസ്തു ഉപമകളിലൂടെയാണ് പഠിപ്പിച്ചത്. യേശുക്രിസ്തു അന്ന് ഉപമകളിലൂടെ പഠിപ്പിച്ചത്, യേശുക്രിസ്തു അതിൻ്റെ
ബാഹ്യമായ അർത്ഥം നോക്കുമ്പോൾ അവിടെ വിത്ത് വിതയ്ക്കുന്നു, കിളിക്കുന്നു, ചിലത് പക്ഷി കൊണ്ടുപോകുന്നു, ഇങ്ങനെയുള്ള ധാരാളം ഉപമകളാണ് യേശു പഠിപ്പിച്ചതിൽ. അത് അന്ന് അവർക്ക് മനസ്സിലാകാൻ പറ്റിയ ഉപമ എന്നുള്ളതേ ഉള്ളൂ. കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകണം. ധൂർത്തപുത്രൻ്റെ ഉപമ, നല്ല സമറിയാക്കാരൻ്റെ ഉപമ, ഇതൊക്കെ അന്ന് നടന്ന ഒരു കള്ളനും ഒരു കവർച്ചയും ഒരാളിനെ കൊണ്ട് ശുശ്രൂഷിക്കുന്നതല്ല അവിടുത്തെ യേശുക്രിസ്തുവിൻ്റെ അവിടുത്തെ ലക്ഷ്യം, ഉദ്ദേശം. അത് മനസ്സിലാക്കുകയല്ല. പിന്നെ യേശുക്രിസ്തുവിന് വലിയ ലക്ഷ്യമുണ്ട്. അവിടെയെല്ലാം സ്വർഗരാജ്യത്തിലേക്ക് യേശു കൊണ്ടുപോകുന്ന ആ ഒരു അതാണ് യേശുക്രിസ്തുവിന് എപ്പോഴും സ്വർഗരാജ്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് സാധാരണക്കാരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി ആണ് അവിടെ വിത്ത് വിതയ്ക്കുന്നതും ചെടി വളരുന്നതും സ്ത്രീ കളഞ്ഞുപോയ നാണയം തപ്പിയെടുക്കുന്നതും കാണാതെ പോയ ആടിനെ പോയി തപ്പിയെടുക്കുന്നതും കണ്ടുപിടിക്കുന്നതും ഒക്കെ ഇതൊക്കെ അന്ന് അവിടെ നടക്കുന്നതാണ്. അവരൊക്കെ ആട്ടിടയന്മാരായിരുന്നു. അപ്പോൾ ആട് നഷ്ടപ്പെട്ടു പോവുക, സന്ധ്യയാകുമ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണത്തിനെ മറ്റ് ജീവികൾ പിടിച്ചുകൊണ്ട് പോയി, ഇതൊക്കെ അവിടെ നടക്കുന്ന കാര്യം അവർക്കറിയാം, പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും. അപ്പോൾ അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ യേശു അന്ന് പറഞ്ഞു വെച്ചു. പക്ഷെങ്കിൽ യേശുവിൻ്റെ ലക്ഷ്യം ഇതൊന്നും അല്ലായിരുന്നു, വേറെ വലിയ കാര്യങ്ങളായിരുന്നു. സ്വർഗത്തെ ലക്ഷ്യം വെച്ച് യേശു പഠിപ്പിക്കുകയായിരുന്നു. പക്ഷേ അവർക്ക് മനസ്സിലാകത്തക്ക ഭാഷയിൽ, രീതിയിൽ യേശു അവിടെ പഠിപ്പിക്കുകയായിരുന്നത്. ഇത് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ടീച്ചറും അധ്യാപകരെല്ലാം അത് പ്രാവർത്തികമാക്കേണ്ടതാണ്. പഠിപ്പിക്കുന്നത് വലിയ ഒക്കെ കാര്യങ്ങളായിരിക്കാം, തിയറി ആയിരിക്കാം, വലിയ ഇക്വേഷൻസ് ആയിരിക്കാം. പക്ഷേ അത് അവിടെ ഇരിക്കുന്ന ഏറ്റവും മോശമായ കുട്ടിക്കും ഏറ്റവും സമർത്ഥനായ കുട്ടിക്കും എല്ലാം മനസ്സിലാകത്തക്ക രീതിയിൽ പഠിപ്പിക്കാൻ ആ ഒരു മെത്തേഡ് അപ്രോച്ച് ചെയ്തെങ്കിലേ ആ ക്ലാസ് ഇഫക്റ്റീവ് ആകത്തുള്ളൂ. അതിനോടൊപ്പം യേശു അന്ന് കൊടുത്തതുപോലെ അല്പ സ്നേഹവും തലോടലും കരുതലും ഒക്കെ കൊടുത്തെങ്കിലേ ഒരു അധ്യാപകന് അവിടെ നന്നായിട്ട് പഠിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ, കുഞ്ഞുങ്ങളെ ഹൃദയത്തിലേക്ക് ചേർത്തെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് യേശു അവിടെ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഉപമകൾ വഴി അവരോട് സംസാരിച്ചത്.